Okay, dear students, English in the class Swagadam. Today we are going to discuss an interesting story of Vaikam Muhammad Bashir. You know who is Vaikam Muhammad Bashir? We call him as Bepur Sultan, and he is the author of many wonderful stories, especially beautiful comic stories. So, this Snake and Mirror also one of his interesting stories. Okay, Snake and Mirror. Snake and the Mirror. നമുക്ക് ആലോചിച്ചാൽ തന്നെ വലിയൊരു കണക്ഷനൊന്നും ഇല്ലാത്ത രണ്ട് സംഭവങ്ങൾ. സ്നേക്ക് ഒരിക്കലും മിററിന്റെ അടുത്തേക്ക് വരില്ല, അല്ലേ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ശരിക്കും ഈ ഒരു കഥയിലൂടെ മനുഷ്യന്റെ ഒരു അല്പത്തരത്തെ പറ്റിയിട്ട്, ബുദ്ധിയില്ലായ്മയെ പറ്റിയിട്ട് കളിയാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ കഥ. നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി. അദ്ദേഹം ഒരു നാച്ചുറലുമായിട്ട് വളരെ അടുത്തിടപെടുന്നത്. നമ്മുടെ കഴിഞ്ഞ പാഠത്തിലെ അഡ്വഞ്ചേഴ്സ് ഇൻ ബനിയൻ ട്രീയിൽ നമ്മൾ റസ്കിൻ ബോണ്ട് എന്ന ഓതറുടെ ഷോർട്ട് സ്റ്റോറി നമ്മൾ വായിച്ചു. അതിൽ ആ കുട്ടി നാച്ചുറലുമായിട്ട് അടുത്തിടപഴകുന്നതും നാച്ചുറൽ അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. ഇദ്ദേഹത്തിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, ഒരു കൃതിയുണ്ട്. ആ കൃതിയിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയും നമ്മുടെ പേരിലൊക്കെ സ്ഥലങ്ങളുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് വീടും പാർപ്പിടും കാര്യങ്ങളെല്ലാം ഉണ്ട്, അപ്പൊ നമ്മൾ തന്നെയാണ് അതിന്റെ അവകാശികൾ. അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്നുണ്ട്, ഭൂമിയുടെ അവകാശികൾ നമ്മളെല്ലാമാണ്. നമ്മൾ മീൻസ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങളാണ്. ഓക്കെ, അപ്പൊ അത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്ന മറ്റൊരു അദ്ദേഹത്തിന്റെ വളരെ രസകരമായിട്ടുള്ള ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. ഇതിന്റെ സെറ്റിംഗ്സ്, ഇദ്ദേഹം ഈ കഥ തുടങ്ങുന്നത് ഇദ്ദേഹത്തിന്റെ തന്നെ ഒരു ഓട്ടോബയോഗ്രഫി എന്നുള്ള രൂപത്തിൽ, ഒരു ആത്മകഥ എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ കഥ പറയുന്നത്. അപ്പോൾ ഒരു ഹോമിയോപ്പതി ഡോക്ടറിന്റെ സ്റ്റോറി ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹവും ഈ ഹോമിയോപ്പതി ഡോക്ടർ അടക്കമുള്ള ഇവരുടെ കൂട്ടുകാർ, നമുക്കറിയാം വൈകുന്നേരങ്ങളിൽ ഈ കലുങ്കിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒഴിഞ്ഞ പറമ്പിലൊക്കെ പോയിട്ട് നമ്മൾ പറയുന്നത് എന്താ പറയാ, ഈ ബടായി പൊട്ടിക്കുക എന്ന് പറയുന്നത് ആ സിസ്റ്റം. അതായത് ഇങ്ങനെ വെറുതെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതാണ് ഇവിടെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഓക്കെ, ലിസൺ ടു ദ സ്റ്റോറി, ദ ഫസ്റ്റ് പാരഗ്രാഫ്. ലിസൺ. Has a snake ever coiled itself around any part of your body? ശരിക്കും പേടിപ്പിക്കുന്ന ഒരു ചോദ്യം അല്ലെ? നമ്മളോടൊക്കെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? ഇതാണ് ചോദ്യം. ആരാ ചോദിക്കുന്നത്? എ ഫുൾ ബ്ലഡഡ് കോബ്ര. സാധാരണ നോർമൽ ചേരയോ അതുപോലത്തെ നോർമൽ ഏതെങ്കിലും സാധാ പാമ്പുകളല്ല. എ ഫുൾ ബ്ലഡഡ് കോബ്ര, നല്ല വിഷമുള്ള, ഫുൾ ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ രക്തം നിറഞ്ഞതിനേക്കാളപ്പുറം നല്ല വിഷം നിറഞ്ഞ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കോബ്ര, ഒരു മൂർഖൻ ചുറ്റിയിട്ടുണ്ടോ? ഓൾ ഓഫ് us fell silent. ഇത് കേട്ടപ്പോ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും സൈലന്റ് ആയി, നിശബ്ദരായി. The question came from the homeopath. കാരണം ചോദ്യം വന്നത് ആരുടെ അടുത്തുനിന്ന്? ഹോമിയോപ്പതിന്റെ അടുത്തുനിന്ന്, ഹോമിയോപ്പതിക് ഡോക്ടറുടെ അടുത്ത് നിന്നാണ് ചോദ്യം വന്നത്. The topic came up when we were discussing snakes. ഞങ്ങൾ പാമ്പുകളെ പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ചോദ്യം വന്നത്. We listened attentively. ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം പറയുന്നത് കേട്ടു നിന്നു. As the doctor continued with the tale. അദ്ദേഹം കഥ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു. ഇത് നമുക്ക് നാട്ടുമ്പുറത്തറിയാം. നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടിയിരിക്കുന്നത് 10 കൂട്ടുകാരുണ്ടെങ്കിൽ 10 ആൾക്കും ഓരോരോ കഥ പറയാനുണ്ടാവും അതിനെ പറ്റി. എന്ന പോലെ ഇവിടെ ഡോക്ടർ അദ്ദേഹത്തിന്റെ കഥ പറയുകയാണ്. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. ഒരു വേനൽക്കാലം രാത്രി 10 മണിയായപ്പോ I had my meal at the restaurant. ഡോക്ടർ പറയാണ്, ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. and returned to my room. എന്റെ റൂമിലേക്ക് വന്നു. I heard a noise from above as I opened the door. വീടിന്റെ ഡോർ തുറന്നപ്പോൾ മുകളിൽ നിന്ന് ഒരു സൗണ്ട് ഞാൻ കേട്ടു. The sound was a familiar one. പക്ഷെ ആ സൗണ്ട് എനിക്ക് വളരെ പരിചയമുള്ള സൗണ്ടാണ്. എന്താണ് സൗണ്ട്? One could say that rats and I shared the room. ആർക്കെങ്കിലും വന്ന് എന്റെ വീട് കണ്ടാൽ അവർ പറയും ഞാനും എലികളുമാണ് എന്റെ റൂം ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആരാണ് മുകളിൽ സൗണ്ട് ഉണ്ടാക്കിയത്? എലികളാണ്. അപ്പൊ അത് തമാശ രൂപത്തിൽ അദ്ദേഹം പറയാണ്, ഞാനും എലികളും ഷെയർ ചെയ്തിട്ടാണ് എന്റെ റൂം ഉപയോഗിക്കുന്നത് എന്ന് റൂം കണ്ടാൽ പറയും. കാരണം ആ എലികളുടെ സൗണ്ടാണ് മുകളിൽ നിന്ന് കേട്ടത്. I took out my box of matches. ഞാൻ എന്റെ തീപ്പെട്ടി എടുത്തു. and lighted the kerosene lamp on the table. ടേബിളിൽ ഒരു കെറോസിൻ ലാമ്പ് ഉണ്ട്, ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്, അത് ഞാൻ കത്തിച്ചു.
The house was not electrified. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പൊ കറണ്ട് ഇല്ലാത്തതാണ് നമ്മൾ വിചാരിച്ചു, പക്ഷെ അതല്ല. അദ്ദേഹം പറയുന്നുണ്ട് the house was not electrified. ഇപ്പൊ കറണ്ട് ഇല്ലാത്ത വീടാണ്, അദ്ദേഹം മണ്ണെണ്ണ വിളക്കാണ് കത്തിച്ചിട്ടുള്ളത്, ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചു വരുന്നത്. ശ്രദ്ധിക്കുക. It was a small rented room. റൂം ആണെങ്കിൽ ഞാൻ വാടകയ്ക്ക് എടുത്തതാണ്. I had just set up medical practice and my earnings were meager. ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ പരിശോധന, അതായത് രോഗികളെ പരിശോധിക്കുന്നത് ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വരുമാനം വളരെ മീഗറാണ്. മീഗർ മീൻസ് വളരെ തുച്ഛമാണ്, ചെറുതാണ്. I had about 60 rupees in my suitcase. എൻ്റെ suitcase-ൽ, എൻ്റെ പെട്ടിയിൽ 60 rupees ഉണ്ട്, 60 രൂപയുണ്ട്. ഡോക്ടറാണ്, ഒരു ഡോക്ടറാണ് ഈ പറയുന്നത്. along with some shirts and dhotis. പിന്നെ അതിൽ എന്തൊക്കെയുണ്ട്? കുറച്ച് ഷർട്ട് ഉണ്ട്, കുറച്ച് ധോത്തി, മുണ്ടുകൾ, തുണികളുണ്ട്. I also possessed one solitary black coat. എൻ്റെ അടുത്ത് നല്ലൊരു ബ്ലാക്ക് കോട്ട് ഉണ്ട്, ഒരു കറുത്ത കോട്ട് എൻ്റെ അടുത്തുണ്ട്, സോളിറ്ററി, ഒരേ ഒരു ബ്ലാക്ക് കോട്ട്, which I was then wearing. അതായിരുന്നു ഞാനപ്പോ ധരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പുറത്തേക്ക് പോകുമ്പോൾ ഒരു കോട്ട്, നമുക്ക് ആലോചിച്ചാൽ അറിയാൻ പറ്റും. വേറെ ഷർട്ടും കുറച്ചെടുക്കുക വളരെ രസകരമായിട്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഇതിൽ പറയുന്നത്. ഒരു ഡോക്ടറാണ്, പക്ഷെ മൂപ്പരത്തുള്ള ആകളുള്ള ഒരു കോട്ടാണ്. എന്നും ഹോസ്പിറ്റലിൽ പോകുന്ന ഡോക്ടർ അപ്പൊ കോട്ട് ഏതായിരിക്കില്ല, ഈ ഒരു കോട്ടിനെ എന്നും മാറി മാറി ഇടുന്ന ഒരവസ്ഥയിൽ. ലിസൺ, I took off my black coat. ഞാൻ ധരിച്ചിരിക്കുന്ന ബ്ലാക്ക് കോട്ട് ഞാൻ അയച്ചു. took off ഫ്രേസൽ വെർബാണ്, take off-ന്റെ പാസ്റ്റ് ആണ് took off. വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്. ശ്രദ്ധിക്കണേ, വൈറ്റ് ഷർട്ട്, എൻ്റെ വെളുത്ത ഷർട്ട് ഞാൻ അയച്ചു. പിന്നെയോ ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ്, അത്ര വെളുപ്പില്ലാത്ത എൻ്റെ ബനിയനും. ആലോചിച്ചാൽ അറിയാം നമ്മളൊക്കെ അവസ്ഥ അല്ലെ, ഏകദേശം ഒരു അവസ്ഥ അതാണ്. ആ വെസ്റ്റ്, ഇവിടെ വെസ്റ്റിന് നോട്ട് സോ വൈറ്റ് എന്ന് പറയാൻ കാരണം ഇദ്ദേഹത്തിന് ഉള്ളാണ് പറയുന്നത്. ആള് ഡോക്ടർ ആണെങ്കിലും ഉള്ളതല്ല, മനസ്സ് അത്ര ശുദ്ധമല്ല എന്ന് വ്യക്തമാക്കാറ്. കഥയുടെ ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കത് മനസ്സിലാകും എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. ആൻഡ് hung them up. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടി എന്ത് ചെയ്തു? ഹാങ്ങറിൽ തൂക്കിയിട്ടു. I opened the 2 windows in the room. റൂമിലുള്ള ആകെയുള്ള 2 ജനലുകൾ ഞാൻ തുറന്നിട്ടു. It was an outer room with one wall facing the open yard. ഞാൻ ഇരിക്കുന്ന ഈ റൂം ഒരു ഔട്ടർ റൂമാണ്. നമ്മുടെ പഴയകാല വീടുകളിലൊക്കെ സിറ്റ് ഔട്ടിനോട് ചാരിയിട്ടൊരു റൂം ഉണ്ടാവും, അതേപോലത്തെ ഒരു ഔട്ടർ റൂമാണ് ഇത്. അതിന്റെ ഒരു ചുമര് മുറ്റത്തിന് നേരെയാണ്, അതാണ് പുറത്തുള്ള ആ ചുമര്. It had a tiled roof. മുകളിലൊക്കെ ഓട് മേഞ്ഞിട്ടുണ്ട്. With long supporting gables that rested on the beam over the wall. Supporting gables നമ്മൾ ഓടിട്ട വീടിനൊക്കെ മുകളിൽ ഉണ്ടാവും. എന്താ പറയുക, കഴുക്കോല് എന്ന് പറയുന്ന സംഭവം ഓടിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ അദ്ദേഹം പറയുന്നതാണ് ഒരു മരത്തിന്റെ ഒരു ലോങ് ആയിട്ടുള്ള ഗ്യാബിൾസ് 2 ബീമിൽ, അതായത് 2 ചുമരുമ്പിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ വെച്ചിട്ടുണ്ട്. There was no ceiling. സീലിംഗ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം കാണുന്നത്, മുകളിലുള്ള ഓട് മേഞ്ഞ ഭാഗം കാണുന്നത്. There was a regular traffic of rats and from the beam, to and from the beam. To and from എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പലപ്പോഴും അവിടെ വളരെ നല്ല ട്രാഫിക് എന്ന് പറഞ്ഞാൽ വാഹന ഗതാഗതം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരുടെ പോക്കുണ്ടാവാറുണ്ട്. ഇവിടെ വാഹനങ്ങളല്ല പോകുന്നത്, പകരം ആരാ പോകുന്നത്? എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറുണ്ട്, ബീമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. I made my bed. ഞാൻ എൻ്റെ ബെഡൊക്കെ നേരെയാക്കി. and pulled it close to the wall. എന്നിട്ട് ബെഡ് എന്ത് ചെയ്തു? ചുമരിന് നേരെ അടുത്തേക്ക് നീക്കിയിട്ടു. നമുക്കറിയാം, നമ്മൾ ബെഡിലേക്ക് കട്ടിലേക്ക് കയറി കിടന്നാൽ ചുമരിലേക്ക് നീക്കിയിടുന്നില്ല. I lay down. I made my bed and pulled it close to the wall. ബെഡ് ഞാൻ ചുമരിന്റെ അടുത്തേക്ക് നീക്കിയിട്ടു, കിടക്കാൻ സുഖത്തിന് വേണ്ടി. I lay down but I couldn't sleep. ഞാൻ കിടന്നു, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. I got up. അതുകൊണ്ട് തന്നെ ഞാൻ എണീറ്റു. and went out to the veranda for a little air. കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വരാന്തയിലേക്ക് ചെന്നു. but the wind god seemed to have taken time off. പക്ഷെ വിൻഡ് ഗോഡ്, കാറ്റിന്റെ ദൈവത്തിന്റെ ടൈം തീർന്നിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ കാറ്റ് വരുന്നില്ല. അതാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അദ്ദേഹത്തിന്റെ കൃതികളുടെ ഒരു രീതിയാണ്, ഒരു തമാശ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. പാത്തുമ്മയുടെ ആട് കണ്ടിട്ടുള്ള അതിലൊക്കെ വളരെ രസകരമായിട്ട് അല്ലെ അദ്ദേഹം പറയുന്നുണ്ട്, പാത്തുമ്മയുടെ ആട് പ്രസവിച്ചു അല്ലെ, അവിടെ അദ്ദേഹം ഇതും പാത്തുമ്മയുടെ ആട് വിറ്റു അല്ലെ, അങ്ങനെ ഒരു പ്രയോഗം. അദ്ദേഹം തമാശ നിറഞ്ഞ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലെ എട്ടുകാലി, മമ്മൂഞ്ഞി, ഇങ്ങനെയൊക്കെ വളരെ രസകരമായിട്ട് അതാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം അല്ലെ, കാറ്റിന്റെ ദേവന്റെ സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്, അതായത് കാറ്റില്ല എന്ന് പറയുന്നതിന് പകരം. ലിസൺ, I went back into the room and sat down on the chair. ഞാൻ റൂമിലേക്ക് തന്നെ തിരിച്ചു പോയി, എന്നിട്ട് കസേരയിൽ ഇരുന്നു. I opened the box beneath the table. ടേബിളിന് താഴെയുള്ള എൻ്റെ പെട്ടി ഞാൻ തുറന്നു. and took out a book. എന്നിട്ട് ഒരു പുസ്തകം എടുത്തു. The Materia Medica.
അതായത് മരുന്നുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിന് പഠിക്കാനുള്ള അതിൻ്റെ ഒരു പുസ്തകം അദ്ദേഹം ഓപ്പൺ ചെയ്തു. I opened it at the table on which stood the lamp and a large mirror. പഠിക്കാനുള്ള അങ്ങേയറ്റത്തെ താല്പര്യം കൊണ്ടാണോ എന്നുള്ളത് ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. പഠിക്കാൻ താല്പര്യമുള്ള ഒരാൾ നേരെ ബുക്ക് എടുക്കും, ബുക്ക് തുറക്കും, പഠിക്കാൻ തുടങ്ങും. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്യുന്നത് നോക്കാം. ഞാൻ ആ ടേബിളിൽ വെച്ചു പുസ്തകം, എന്നിട്ട് തുറന്നു. ആ ടേബിളിൽ എന്തുണ്ട്? ലാമ്പ് ഉണ്ട്, എ ലാർജ് മിറർ, ഒരു ആ നേരത്തെ കത്തിച്ചു വെച്ച വിളക്കുണ്ട്, ഒരു വലിയ കണ്ണാടി ഉണ്ട്, എ സ്മാൾ കോമ്പ്, പിന്നെ ഒരു ചെറിയ ചീർപ്പുണ്ട് അല്ലെ, ചീപ്പ് നമ്മൾ ചീകുന്നത്. ലേ ബിസൈഡ് ദി മിറർ, കണ്ണാടിയുടെ അടുത്തായിട്ട് അത് കിടക്കുന്നുണ്ട്. One feels tempted to look into a mirror when it is near. കണ്ണാടി തൊട്ടടുത്തുണ്ടെങ്കിൽ മനുഷ്യനൊരു ടെൻഡൻസി ഉണ്ട്, സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ഉള്ളിലൊരു തോന്നൽ അല്ലെ, അതിലേക്കൊന്ന് നോക്കാം. കണ്ണാടി കണ്ടു നമ്മൾ അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് ഏതെങ്കിലും വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിൻഡോസിലേക്ക് വരെ അല്ലെ, കൂളിംഗൊക്കെ ഉള്ള വിൻഡോസ് ആണെങ്കിൽ നമ്മൾ നല്ല നല്ല നമ്മുടെ റിഫ്ലക്ഷൻ അതിൽ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല അതിൽ വരെ നമ്മൾ നോക്കി പോകും. അപ്പൊ ഇവിടെ വൈക്കം മുഹമ്മദ് ബഷീർ പറയാണ്, ഒരു കണ്ണാടി കണ്ടാൽ ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ അതിലേക്ക് നോക്കിപ്പോകും. അതുകൊണ്ട് തന്നെ ഐ ടുക്ക് എ ലുക്ക്, ഞാൻ നോക്കി. ഹോമിയോപ്പതി ഡോക്ടർ പറയാണ്, ഞാനും അതിലേക്ക് നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. അന്നൊക്കെ ആണെങ്കിലോ ഞാൻ വളരെ വലിയൊരു സൗന്ദര്യാസ്വാദകനാണ്. ആൻഡ് ഐ ബിലീവ്ഡ്, എൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല ഒരു വിശ്വാസമുണ്ട്, ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം, ഞാൻ എപ്പോഴും ഇങ്ങനെ ഹാൻസമായി നിൽക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഐ വാസ് അൺമാരീഡ്, അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഞാൻ അൺമാരീഡ് ആണ്. ആൻഡ് വാസ് എ ഡോക്ടർ, പോരാത്തിന് ഡോക്ടറാണ്. അതായത് ഉള്ളിൽ ആ ഒരു ഇദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റിംഗ് ആണ്, ഒരു പൊങ്ങച്ചം പറയാണ് അദ്ദേഹം. ഞാൻ ഒന്നുമില്ല, ഞാനൊരു ഡോക്ടറാണ്, പോരാത്തിന് അൺമാരീഡാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹാൻസം ആയിട്ട് നിൽക്കണം. ഐ ഫെൽറ്റ് ഐ ഹാവ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എനിക്ക് തോന്നി എവിടെ ചെന്നാലും എൻ്റെ പ്രസൻസ്, എൻ്റെ സാന്നിധ്യം ഒന്ന് തോന്നിപ്പിക്കണം, എല്ലാവരെയും അറിയിക്കണം. ഐ പിക്ക്ഡ് അപ്പ് ദ കോം, അതും ആലോചിച്ചുകൊണ്ട് അദ്ദേഹം ചീപ്പ് എടുത്തു. ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ, എന്നിട്ട് ഞാൻ എൻ്റെ മുടിയിലൂടെ അതിങ്ങനെ ഓടിച്ചു, എന്ന് പറഞ്ഞാൽ മുടി ചെയ്യും. ആൻഡ് അഡ്ജസ്റ്റ് ദ പാർട്ടിങ്, എന്നിട്ട് അതിൻ്റെ സൈഡ് മുടി സൈഡൊക്കെ നന്നാക്കാനുള്ള പാർട്ടിങ് റെഡിയാക്കി, സൈഡിലേക്കൊക്കെ ചെയ്ത് വെക്കാനുള്ളത് റെഡിയാക്കി. സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ്. ഇപ്പം അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ നീറ്റായിട്ട് കാണുന്നുണ്ട് മുടി. എഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബോവ്, അപ്പോൾ മുകളിൽ നിന്ന് ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്തില്ല, കാരണം എന്താ, അത് ഏരിയാണ്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ്, അപ്പോഴാണ് ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിൽ ഒന്ന് ശരിക്കും നോക്കി. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ, അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എടുത്തത്? ഐ വുഡ് ഷേവ് ഡെയിലി, ഞാൻ ഡെയിലി ഷേവ് ചെയ്യും. എന്തിനാ ഷേവ് ചെയ്യുന്നത്? ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാഷ്, പിന്നെ ഒരു കനം കുറഞ്ഞ കട്ടി കുറഞ്ഞൊരു മൊസ്റ്റാഷ്, ഒരു മീശയും ഞാൻ വെക്കും. ടു ലുക്ക് മോർ ഹാൻസം, ഒന്നുകൂടി ഭംഗി കൂട്ടാൻ. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. കാരണം ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ എന്തിനാ? ഞാനൊരു ബാച്ചിലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല. ആൻഡ് എ ഡോക്ടർ, ഡോക്ടറുമാണ്. തുറന്നു വെച്ച പുസ്തകം മെഡിക്കൽ മെറ്റീരിയൽ അല്ലേ, പഠിക്കാനുള്ളതാണ്, പക്ഷെ ചിന്ത ഉള്ളത് സൗന്ദര്യത്തെ പറ്റിയിട്ടാണ്. ഡോക്ടർ പണി തുടങ്ങിയിട്ടുള്ളൂ, ആകെയുള്ള വരുമാനം വളരെ കുറഞ്ഞതാണ്. അത് നന്നാക്കാനല്ല ശ്രമിക്കുന്നത്, അതിലപ്പുറം മുഖം നന്നാക്കാൻ, പുറമേക്കുള്ളത് നന്നാക്കുക, അതാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ലുക്ക്ഡ് ഇൻടു ദ മിറർ, ഞാൻ കണ്ണാടിയിലേക്ക് നോക്കി. ആൻഡ് സ്മൈൽഡ്, പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. എനിക്ക് തോന്നി ഇത് വളരെ ആരെയും ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വളരെ നല്ലൊരു പുഞ്ചിരിയാണെന്ന് എനിക്ക് തോന്നി. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. അപ്പോഴാണ് മറ്റൊരു തീരുമാനം ഞാൻ എടുത്തത്. എർത്ത് ഷേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുങ്ങുന്ന തരത്തിലുള്ള, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരു തീരുമാനം ഞാൻ എടുത്തു. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. എന്താ തീരുമാനം? എൻ്റെ മുഖത്ത് ആ പുഞ്ചിരി എപ്പോഴും ഞാൻ നിലനിർത്തും. ടു ലുക്ക് മോർ ഹാൻസം, അതൊന്നുകൂടി എന്നെ ഭംഗിയാക്കാൻ വേണ്ടി. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ, ഒക്കെ ഞാൻ ചെയ്യുന്നത് ഞാനൊരു ബാച്ചിലർ ആയതുകൊണ്ടാണ്. ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്, അതിനേക്കാളപ്പുറം ഞാനൊരു ഡോക്ടറും കൂടിയാണ്. സാധാരണ നമുക്കൊരു ഡോക്ടറായ സൗന്ദര്യമാണോ വേണ്ടത്? ആ ഒരു ഡോക്ടറായ ഉണ്ടാവേണ്ട സംഭവം, പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ അതവിടെ എടുത്തു വെച്ചത് മുമ്പിൽ സൗന്ദര്യത്തെ പറ്റിയാണ് കൂടുതൽ ചിന്തിക്കുന്നത്. Again came that noise from above. വീണ്ടും ആ ശബ്ദം മുകളിൽ നിന്നും കേട്ടു. I got up, ഞാൻ എണീറ്റു. lit a ബീഡി, ഞാനൊരു ബീഡി കത്തിച്ചു. And paced up and down the room, റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്നു. Then another lovely thought struck me. അപ്പോഴാണ് മറ്റൊരു
നല്ലൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. എന്താണ്? ഐ വുഡ് മാരി, ഞാൻ കല്യാണം കഴിക്കും. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൺ ഡോക്ടർ, ഞാൻ കല്യാണം കഴിക്കൽ ആരെയായിരിക്കും? ഒരു ലേഡി ഡോക്ടറെ ആയിരിക്കും. ഹു ഹാഡ് പ്ലെന്റി ഓഫ് മണി, ധാരാളം പണമുള്ള, ആൻഡ് എ ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, അത് മാത്രം പോരാ, നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള, നല്ല രോഗികൾ വരുന്ന, അല്ലെ, കൺസൾട്ടിങ്ങിന് വരുന്ന നല്ലൊരു ലേഡി ഡോക്ടറെ ഞാൻ കല്യാണം കഴിക്കും. She had to be fat for a valid reason. അവൾ എങ്ങനത്തോളായിരിക്കണം? ഫാറ്റ് ആയിരിക്കണം, തടിച്ചി ആയിരിക്കണം. അതിനൊരു കാരണമുണ്ട്, അതിനൊരു വാലിഡ് റീസൺ ഉണ്ട്, കാരണമുണ്ട്. എന്താണ് കാരണം? If I made some silly mistake and needed to run away, she should not be able to run after me and catch me. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അവൾക്ക് എന്റെ പിന്നാലെ ഓടിയിട്ട് എന്നെ പിടിക്കാൻ കഴിയരുത്. അപ്പൊ മുമ്പത്തെ ഇപ്പൊ തന്നെ ഉറപ്പാണ് എന്ത് പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ടാക്കുന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അവർക്ക് എന്റെ പിന്നാലെ നിന്ന് എന്നെ പിടിക്കാൻ കഴിയരുത്. അപ്പൊ 3 തീരുമാനങ്ങളാണ് അദ്ദേഹം കണ്ണാടിയിൽ നോക്കിയിട്ട് രാത്രി 10 മണിക്ക് അല്ലെ കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നിട്ട് അദ്ദേഹം 3 തീരുമാനങ്ങളാണ് എടുത്തത്. ആ തീരുമാനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഡെയിലി ഷേവ് ചെയ്യും, മറ്റൊന്ന് ഡെയിലി ഷേവ് ചെയ്യും, മൊസ്റ്റാഷ് വെക്കും. മറ്റൊരു തീരുമാനം അദ്ദേഹത്തിന്റെ ആ ഒരു അട്രാക്റ്റീവ് സ്മൈല് എപ്പോഴും അദ്ദേഹം ഫേസിൽ നിലനിർത്തും. മൂന്നാമത്തത് ഒരു തടിച്ചിയായ പെണ്ണിനെ അദ്ദേഹം കല്യാണം കഴിക്കും എന്നുള്ളത്. ഓക്കെ, ലിസൺ ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. With such thoughts in my mind, I resumed my seat in the chair in front of the table. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ നടത്തം മതിയാക്കി കസേരയിൽ തന്നെ ഇരുന്നു. There were no more sounds from above. ഇപ്പോൾ മുകളിൽ നിന്ന് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. Suddenly there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്ന് ഒരു റബ്ബർ ട്യൂബ് മുകളിൽ നിന്ന് വീഴുന്ന പോലെയുള്ള ഒരു തഡ് സൗണ്ട് കേട്ടു. ഒരു സൗണ്ട് ഞാൻ കേട്ടു, ഒരു തഡ് സൗണ്ട്. തഡ് എന്നുള്ള ഭാഗം നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നുള്ള പാഠഭാഗത്തിൽ അത് അല്ലെ, ആ കോബ്ര കാക്കയെ അടിച്ചപ്പോൾ തഡ് എന്നാണ് അവിടെ പറഞ്ഞത്. ആ സൗണ്ടിനെയാണ് തഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ റബ്ബർ ട്യൂബ് വീണ പോലെയുള്ള ഒരു സൗണ്ട് ഞാൻ കേട്ടു. Surely nothing to worry about. അതിനെപ്പറ്റി പേടിക്കാനൊന്നുമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. Even so, I thought I would turn around and take a look. എന്നാലും എനിക്ക് തോന്നി ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കാം എന്ന് എനിക്ക് തോന്നി. No sooner had I turned than a fat snake wriggled over the back of the chair. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ടുള്ളൂ. തിരിഞ്ഞ ഉടനെ തന്നെ എന്റെ ചെയറിന്റെ ബാക്കിൽ ചുറ്റിപ്പടഞ്ഞു കിടക്കുന്നുണ്ട് ആര്? A snake. And landed on my shoulder. നേരെ വന്നു, ചെയറിന്റെ പുറകിൽ വീണിട്ട് പിന്നെ മൂപ്പര് എന്റെ ഷോൾഡറിലേക്കാണ് തല വെച്ചിട്ടുള്ളത്. The snakes landing on me and my turning were simultaneous. ഞാൻ തിരിഞ്ഞതും പാമ്പിന്റെ ലാൻഡിങ്ങും ഒരേ സമയം നടന്നു. സൈമൾട്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം രണ്ടും നടന്നു. ഞാൻ തിരിഞ്ഞു, പാമ്പ് അവിടെ വന്ന് ഇരിക്കുന്നു. ഇനി എന്ത് സംഭവിക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇതുവരെ 8ഓളം ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പാരഗ്രാഫിന്റെ പാഠഭാഗത്തിന്റെ വലതുവശത്തായിട്ട് കൊടുത്തിരിക്കുന്ന ആ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കിയെടുക്കുക, എന്നിട്ട് പാഠഭാഗം ഒരു പ്രാവശ്യം കൂടി കേട്ടിട്ട് അതിന്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ടെക്സ്റ്റിൽ തന്നെ ആൻസറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, വേർഡ്സുകളും കാര്യങ്ങളും അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ അത് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ